നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് മഹദിമാരായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയും പറയുന്നത് കാണാം. ഖദീജ ബീവി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, വലൗ അന്നലി ഫീ കുല്ലി യൗമിൻ വലൈല ബസത്തു സുലൈമാനി വ മിൽക്കൽ അകാസിറ. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെ സർവ്വ പട്ടുമെത്തകളും രാജാക്കന്മാരുടെ പരവതാനികളും എനിക്ക് ഓരോ ദിവസവും പുതുതായി കിട്ടിയാൽ ലമഅദലത്തിൻദി ജനാഹു ബഉളത്തിൻ ഇദാ ലം തകുൻ ഐനി ലിവജ്ഹിക നാളിറ. മുത്തുനബിയുടെ മുഖത്ത് നോക്കിയാൽ തീർന്നെല്ലാം, ഒന്നുമല്ല. ആ മുഖത്തിന് അത്രമേൽ സൗന്ദര്യമുണ്ട്. ഈ മജ്ലിസ് ആ മുഖം കാണാനൊരു കാരണമാക്കി തരണേ റഹ്മാനെ. അതിന് മാത്രം നമ്മുടെ കണ്ണും കൽബും നീ വൃത്തിയാക്കി തരണേ അല്ലാ. അപ്പോൾ അവിടുത്തെ മുഖത്തെക്കുറിച്ച് സ്വഹാബത്ത് പറയണത്, ചിരിക്കുമ്പോൾ ആ പല്ലിൻ്റെ ഇടയിലൂടെ വരുന്ന പ്രകാശം കൊണ്ട് നോക്കുന്ന ആളുടെ കണ്ണ് പൂട്ടിപ്പോവും. അത്രയും വലിയ ലൈറ്റാണ്, കണ്ണ് പൂട്ടിപ്പോവും. ഒരു സ്വഹാബി പറഞ്ഞല്ലോ, പൂർണ്ണ നിലാവുദിച്ച ഒരു ചന്ദ്രൻ ഉള്ള പൂർണ്ണ നിലാവുള്ള അഥവാ ചന്ദ്രൻ പൂർണ്ണമായ ഒരു രാത്രി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം നോക്കി, ചന്ദ്രനെയും നോക്കി, മാറി മാറി നോക്കി. ജഡ്ജ്മെൻറ്റിന് അധികം സമയം വേണ്ടി വന്നിട്ടില്ല. ഇതൊന്നുമല്ലെന്ന് മനസ്സിലായി. തങ്ങളുടെ മുഖത്തിൻ്റെ മുന്നിൽ അതൊന്നുമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ വാശിയേറിയ മത്സരം എന്നൊന്നും ഡയലോഗ് അടിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു വാശിയുമില്ല. തങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് മനസ്സിലായി. അതാണ് മങ്കൂസ് മൗലിദ് പറയുന്നത്, സുബ്ഹാനല്ലദി അത്ല ഫീ ശഹ്രി റബ്ബിയൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഅജദ നൂറഹു ഖബല ഖൽഖിൽ ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സൗന്ദര്യ മത്സരം ലോകത്ത് അരങ്ങേറിയിരുന്നു. ആദ്യ 2 സ്ഥാനങ്ങൾ വാങ്ങൽ ഖമർ എന്ന ചന്ദ്രനും ഫർഖദ് എന്ന് പറയുന്ന നക്ഷത്രവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച പിന്നെ മത്സരത്തിൽ നിന്ന് അവർ തോറ്റു പിന്മാറി എന്ന് പറഞ്ഞാൽ മത്സരിക്കാതെ പോയി എന്ന അർത്ഥം. 2-3 സ്ഥാനങ്ങൾ വാങ്ങി എന്നല്ല അർത്ഥം. മത്സരത്തിൽ നമ്മൾ നിന്നിട്ട് കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ കോഡ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ മുങ്ങാറുണ്ട് ചില മത്സരങ്ങൾ. ആ പ്രയോഗത്തിലാണ് മങ്കൂസ് മൗലിദിൻ്റെ സൗന്ദര്യം കിടക്കുന്നത്. അഹ്ജല ഖമറം വ ഫർഖദ എന്ന് പറഞ്ഞാൽ അഹ്ജല ഖമറം വ ഫർഖദ. അഹ്ജല എന്ന് പറഞ്ഞാൽ നാണം കെട്ടുന്ന, ഖമറും ഫർഖദും നാണം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഉദാഹരണം, പച്ചയായ ഉദാഹരണം. ഇവിടെ ഒരു കുട്ടിയുണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ ഹി ഹാസ് ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിൽ ആ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പക്ഷെ ആ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷാണ് നമുക്ക് തോന്നുന്നതാണ്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് മുറിമോക്കൻ രാജാവായ ഇംഗ്ലീഷാണത്. അവൻ്റെ ഇംഗ്ലീഷ് വി ക്യാൻ സ്റ്റഡി. ഇംഗ്ലീഷിലൊരു സാധനവുമില്ല. അടുത്ത വാക്ക് കിട്ടാത്തതുകൊണ്ടുള്ള നമ്മളെ നാട്ടിലെ ഉരുണ്ടുകളിയുടെ പേരാണ് എന്നുള്ള സാധനം. അല്ലാതെ വേറെ ഇംഗ്ലീഷിലൊരു സാധനമൊന്നുമില്ല. അയാളാണ് ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നാട്ടുകാരൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ അയാളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അയാൾക്ക് കോഡ് ലെറ്റർ ഡി ആണ് കിട്ടിയത്. കോഡ് ലെറ്റർ ഡി. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ എ ഓൺ ദി സ്റ്റേജ്. അങ്ങനെ എൻ്റെ പ്രസംഗം കേൾക്കണതോ എനിക്ക് മനസ്സിലാവണമെന്നില്ല ഇതെന്താ പറയണത്. കാരണം അമേരിക്കയിലൊരു കുട്ടിയാണ്. കോഡ് ലെറ്റർ ബി സ്വീഡനിലൊരു കുട്ടിയാണ്. സി ബ്രിട്ടനിലൊരു കുട്ടിയാണ്. ഡി മൂത്രച്ചോളിയിലേക്കൂടെ അങ്ങനെ സൈഡിലേക്കൂടെ മുങ്ങും. അഹ്ജല ഖമറം വ ഫർഖദ. തോറ്റു തൊപ്പിയിട്ടു എന്നല്ല പറയണത്, മത്സരത്തിൽ നിന്ന് പിന്മാറി. ആവൂല. ഈ മുഖത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് കാണിക്കാനാ സൗന്ദര്യം? ആരാ തോറ്റു തൊപ്പിയിടുന്നത്? ചന്ദ്രൻ. നക്ഷത്ര ലോകത്തെ കുലപതിയായ ഫർഖദ്. ആവൂല നബിയെ, തോറ്റുപോയി. കണ്ടോ? മത്സരിച്ചിട്ട് നോക്കണമെങ്കിൽ മത്സരത്തിന് ഉണ്ടാവേണ്ട എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അതില്ലല്ലോ. നമ്മൾ മത്സരത്തിനില്ല.
അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖം നോക്കിയാൽ സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. ചിലപ്പോൾ സൂര്യൻ ഇങ്ങനെ ഇതെന്താണ് എൻ്റെ നബിയുടെ മുഖം, സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും, സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. അതൊന്നും ഒരു ആലങ്കാരികമായ പ്രയോഗങ്ങളല്ല. കാരണം സൂചി കാണാതായപ്പോൾ, വിളക്ക് കെട്ടുപോയപ്പോൾ, ആ സഭയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ ആ റസൂലുള്ളാഹിന്റെ വരവിൽ ലഭിച്ച വെളിച്ചത്തിലാണ് സൂചി കിട്ടുന്നത്. അല്ലെങ്കിൽ വെളിച്ചത്തിൽ തന്നെ സൂചി നഷ്ടപ്പെട്ടാൽ കിട്ടാൻ കുറച്ച് റിസ്ക്കാ. ആ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് തങ്ങൾ വന്നപ്പോഴാണ് ആയിഷുമ്മക്ക് സൂചി പരതിപ്പിടിക്കാൻ എളുപ്പമായത്. അപ്പോൾ മനസ്സിലായി ആ പ്രഭ ആലങ്കാരികമായ മെറ്റഫർ, ഇസ്തിആറത്ത് അല്ല, പിന്നെ അതുള്ളതാണ്, ഹഖീഖത്തൻ ഉള്ളതാണ്. ആ പ്രഭ, ആ മുഖത്തിൻ്റെ പ്രകാശം ലോക്കലായ നമ്മുടെ കണ്ണുകൾക്കൊന്നും കഴിയില്ലാത്തതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. അതേ സമയത്ത് പ്രകാശത്തെ കാണാനുള്ള ശക്തിയുള്ളവർ അത് കാണുകയും ചെയ്യുന്നു. കാണുന്നില്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാനിംതു നൗമൻ ഇല്ലാ റഅയ്തു ഫീഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എപ്പോൾ ഉറങ്ങിയാലും എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിനെ കാണാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണെന്നറിയാം? ഒന്ന് കണ്ണ് പൂട്ടിക്കൊടുത്താൽ മതി, ഒന്ന് പൂട്ടിക്കൊടുത്താൽ മതി, കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ പല സ്വഹാബിമാരും തമ്മിൽ മിണ്ടാത്തവണ്ണം ടെൻഷനിലാണ് ഉള്ളത്. അവർക്ക് എന്താ മിണ്ടണ്ടീന്ന് മനസ്സിലാകുന്നില്ല. ചില സ്വഹാബത്തിന് വഅതഖല ലിസാനുഹു, നബി തങ്ങളുടെ വഫാത്തിൻ്റെ വിവരം കേട്ടിട്ട് നാവ് അനക്കാൻ കഴിവില്ലാത്ത വണ്ണം അവർ തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ചില സ്വഹാബിമാരുണ്ട്. പിന്നെ അവർക്ക് കുറെ കാലത്തേക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് കണ്ടാൽ കരയും. വളരെ വലിയ ടെൻഷനുള്ള അറ്റ്മോസ്ഫിയറും ആംബിയൻസും ആയിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. കാർമേഘങ്ങൾ വരണ്ടുകൂടിയ, അല്ലെങ്കിൽ മേഘാവൃതമായ ഒരു അന്തരീക്ഷം പോലെ മദീന കരയുന്ന ഇരുട്ടുള്ള ഒരു കാലമായി മുന്നോട്ട് പോകുമ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകിച്ച് കരച്ചിലൊന്നും കാണുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പലരും ചോദിക്കേണ്ടത്, നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രയാസമൊക്കെ വേണ്ടത്? കാരണം നബി തങ്ങളുടെ ഇരുത്തത്തിലും നൃത്തത്തിലും മുന്നേറ്റത്തിലും യാത്രയിലും പള്ളിയിലും കൂടെ ഉണ്ടായ ആളല്ലേ, നിങ്ങളെന്താണ് കരയാത്തത്? നിങ്ങൾക്ക് എന്താ വിഷമമൊന്നുമില്ലാത്തത് എന്ന ചോദ്യത്തിന് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ മറുപടി എന്താ അറിയോ? ഞാനെന്തിന് കരയണം? എല്ലാ രാത്രിയും അറാഖുല്ല ലൈലത്തിൻ ഖലീലി വ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എല്ലാ രാത്രിയും എൻ്റെ റസൂലുള്ളാഹിനെ കാണുന്നുണ്ടല്ലോ. ജീവിതകാലത്തിൻ്റെ ലോഡ് തവണ കണ്ടിട്ടുണ്ട്, വഫാത്തിന് ശേഷം ഓരോ രാത്രിയും കാണാറുണ്ട്. ഇനി പിന്നെ പോരായിട്ട് മഹ്ശറിലെ ബേജാറല്ലേ, അതിനാ തങ്ങളടുത്തേക്ക് ഓടിപ്പോയിട്ട് പറയും, അന ഉനൈസുഖ്, തങ്ങൾക്ക് എന്നെ മനസ്സിലായോ നബിയെ? ആ കുഞ്ഞനസ് മോന് തങ്ങൾക്ക് മിസ്വാക്ക് എടുത്തന്ന, വെള്ളം എടുത്തന്ന തങ്ങളുടെ കൊച്ചനസ്, വഹുവൈനുമുഖ് തങ്ങളുടെ കൊച്ചു ഖാദിമായ അനസൂട്ടിയാണ് നബിയെ. ആ അനസാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ അടുത്ത് ഓടിപ്പോവും. പിന്നെ എന്തിനാ എനിക്ക് ടെൻഷൻ? എന്താ ധൈര്യമല്ലേ പറയാൻ?